ഫ്രാൻസിസ് നൊറോണയുടെ പെണ്ണാച്ചി എന്ന കഥയുടെ വിശകലനമാണിത്. സമകാലത്ത് ശക്തമായ ഭാഷയിൽ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് നൊറോണ. ആലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ആലപ്പുഴയിലെ തീരദേശ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വിഷയമാക്കിയ ധാരാളം കഥകൾ ഫ്രാൻസിസ് നൊറോണയുടേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കഥാലോകം പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ കഥയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എഴുത്തുകാരനാണ് ഫ്രാൻസിസ് നൊറോണ എന്ന് നിസ്സംശയം പറയാം. തൊട്ടപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കഥാസമാഹാരമാണ്. തൊട്ടപ്പനിൽ നിന്നെടുത്ത ഒരു കഥയാണ് പെണ്ണാച്ചി. കക്കുകളി, ഇരുൾരതി, കാതുസൂത്രം പോലെ നിരവധി കഥകൾ അദ്ദേഹത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട്. ശക്തമായ വിഷയം ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഫ്രാൻസിസ് നൊറോണ. ക്രിസ്തീയ സഭയുടെ വിമർശനങ്ങൾക്കും അതൃപ്തിക്കും അദ്ദേഹത്തിൻ്റെ കഥകൾ പലപ്പോഴും വിധേയമായി തീർന്നിട്ടുണ്ട്. കക്കുകളി എന്ന ഫ്രാൻസിസ് നൊറോണയുടെ കഥ നാടകമായി പല വേദികളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം വേദികളിൽ കരഘോഷത്തോടെ ഏറ്റുവാങ്ങിയ ഒരു നാടകം കൂടിയാണ് കക്കുകളി. പക്ഷേ കക്കുകളിയും ക്രിസ്തീയ സഭയുടെ വലിയ വിമർശനങ്ങൾക്കും എതിർപ്പിനുമൊക്കെ ഇടയാക്കിയ ഒരു നാടകവും കഥയും ഒക്കെയാണ്. പെണ്ണാച്ചി എന്ന കഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്തരാധുനിക കഥകളുടെ ഒരു സ്വഭാവം അധികം ആരും പറയാത്ത, കഥകൾക്കോ ജീവിതത്തിനോ മനുഷ്യർക്കോ പരിഗണനകൾക്ക് അധീരതയായി നിൽക്കുന്ന മനുഷ്യരെ, അവരുടെ ജീവിതത്തെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ആരും പറയാൻ ശ്രമിക്കാത്ത പ്രമേയങ്ങളെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന സമകാല കഥകളിൽ ശ്രദ്ധേയമായ സ്ഥാനം പെണ്ണാച്ചി എന്ന കഥയ്ക്കുണ്ട്. വ്യത്യസ്ത ലൈംഗിക താല്പര്യങ്ങളുള്ള മനുഷ്യരുടെ സമ്മർദ്ദങ്ങളും അവരനുഭവിക്കുന്ന ചൂഷണങ്ങളും അവരുടെ പ്രതിരോധവും കഥയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം പെണ്ണാച്ചി മുന്നോട്ട് വയ്ക്കുന്നു. സ്വർഗാനുരാഗിയായ പെണ്ണാച്ചിയുടെ ജീവിതമാണ് ഈ കഥ, പെണ്ണാച്ചിയുടെ പ്രതികാരമാണ് ഈ കഥ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇരട്ടകളിൽ ഒരുവനാണ് പെണ്ണാച്ചി. പെണ്ണാച്ചിയുടെ സഹോദരൻ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. പക്ഷേ അതൊരു സാധാരണ മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമാണ് എന്ന് പെണ്ണാച്ചി തിരിച്ചറിയുന്നു. മരണപ്പെട്ടത് ലൈംഗികമായി ക്രൂരമായ ആക്രമണത്തിന് വിധേയനായിട്ടാണ് എന്നുള്ളതും ഒരു ഞെട്ടിക്കുന്ന സത്യമായി പെണ്ണാച്ചി തിരിച്ചറിയുന്നു. പെണ്ണാച്ചിയുടെ ലൈംഗിക താല്പര്യം വ്യത്യസ്തമായിരുന്നു. അയാളൊരു പുരുഷ സ്വർഗാനുരാഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിൽ പല ഇടങ്ങളിൽ നിന്നായി ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളും കൂടിയായിരുന്നു പെണ്ണാച്ചി. പെണ്ണാച്ചിയെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിട്ടാണ് കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു ചെറിയ ആൺകുട്ടിയാണ്. പക്ഷെ അവൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ സ്വർഗാനുരാഗിയായിട്ടാണ്. ഇരട്ടകളിൽ ഒരുവനാണവൻ. അവൻ്റെ സഹജാതന് എന്നാൽ ഈ ഒരു താല്പര്യമല്ല ഉള്ളത്. പക്ഷേ പെണ്ണാച്ചിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ക്രൂരമായ ആക്രമണത്തിനും ഒടുവിൽ മരണത്തിനും ഇരട്ട സഹോദരൻ വിധേയനായിത്തീരുന്നത്. അവൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയത് മുതൽ, അതിന് പരോക്ഷമായി താനും ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കിയത് മുതൽ, ആരാണോ തൻ്റെ ഇരട്ട സഹോദരനെ കൊന്നത് അയാളോട് പ്രതികാരം നിറവേറ്റാനുള്ള ഒരു ചിന്തയിലും ശ്രമത്തിലുമാണ് പെണ്ണാച്ചി. ആരാണ് തൻ്റെ ഇരട്ട
സഹോദരനെ കൊന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ് പെണ്ണാച്ചിയുടെ ആദ്യത്തെ ലക്ഷ്യം. സ്വർഗാനുരാഗി ആയതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ പലരാലും ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് പെണ്ണാച്ചി. ഇത്തവണ അറിഞ്ഞുകൊണ്ട് തന്നെ പലർക്കും തൻ്റെ ശരീരം പെണ്ണാച്ചി കാഴ്ചവെക്കുന്നത് തൻ്റെ സഹോദരൻ്റെ കൊലപാതകിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ കഥയുടെ ഒരു ആഖ്യാന രീതി പരിശോധിക്കുകയാണെങ്കിൽ പെണ്ണാച്ചി തന്നെ സ്വന്തം കഥ പറയുന്ന തരത്തിലാണ് കഥ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശക്തമായ ഭാഷയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലളിതമായ ഭാഷയാണ്, എന്നാൽ ആഴത്തിലിറങ്ങുന്ന, ഹൃദയത്തെ തുരന്നെടുക്കുന്ന തരം ശക്തി ആ ഭാഷയ്ക്കുണ്ട്. ആസിഡ് പോലെയുള്ള ഭാഷയെന്നോ ആഖ്യാനമെന്നോ പറയാൻ കഴിയും. ഒന്ന് വീണാൽ പൊള്ളാതെ പുറത്തിറങ്ങാനാവാത്ത കഥയാണ് പെണ്ണാച്ചി. ഫ്രാൻസിസ് നൊറോണയുടെ ഈ കഥ ഏറ്റവും ഗംഭീരമായ സമകാല കഥകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടി വരും. അത് അവതരിപ്പിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല, അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും സമൂഹം എങ്ങനെയാണ് ഈ കഥയെ സ്വീകരിക്കുക എന്നുള്ള പരിഗണനകളൊന്നും തന്നെ ഇല്ലാതെ ധൈര്യപൂർവ്വം വിഷയത്തെ സമീപിക്കാനുള്ള ഒരു ശ്രമം ഫ്രാൻസിസ് നൊറോണ ഈ കഥയിലൂടെ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അറപ്പാൻ ജോർജിൻ്റെ അടുത്ത് കാളയെ അറുക്കുന്നത് പഠിക്കാനെത്തുന്ന പെണ്ണാച്ചിയിലാണ് കഥ ആരംഭിക്കുന്നത്. അറപ്പാൻ ജോർജ് ആ നാട്ടിലെ ഏറ്റവും ശ്രദ്ധേയനായൊരു ഇറച്ചി കച്ചവടക്കാരനാണ്. അയാൾ കാളയെ അറുക്കുന്നത് കണ്ടുപഠിക്കാൻ പെണ്ണാച്ചി ശ്രമിക്കുന്നതിനൊരു കാരണം പച്ചജീവനെ മുറിക്കുന്നതും അതിൻ്റെ പിടച്ചിലും രക്തച്ചൊരിച്ചിലും കണ്ട് തൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇരട്ട സഹോദരനെ കൊന്ന വ്യക്തിയെ തൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അയാളെ അതുപോലെ കൊല്ലാനുള്ള ഒരു പദം വരുത്തലാണ്, മനസ്സിൻ്റെ പദം വരുത്തലാണ് ഈ അറപ്പാൻ ജോർജിൻ്റെ കീഴിലുള്ള ഈ ഇറച്ചിവെട്ട് അഭ്യാസം. അറപ്പാൻ ജോർജ് ഉൾപ്പെടെ സമൂഹത്തിലെ പലരും പെണ്ണാച്ചിയെ അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അറപ്പാൻ ജോർജിൻ്റെ ഇറച്ചിവെട്ട് കേന്ദ്രത്തിലേക്ക് പോയി മടങ്ങും വഴി തൻ്റെ പുസ്തകത്തിൽ പറ്റിപ്പിടിച്ച ചോര മണത്തു നോക്കുന്ന അധ്യാപകനും പെണ്ണാച്ചിയുടെ ശരീരത്തിലായിരുന്നു കണ്ണുവച്ചിരുന്നത് എന്നുള്ളത് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ ലൈംഗിക താല്പര്യങ്ങളുള്ളവരുണ്ടെന്നും അവരുടെ ചൂഷണങ്ങൾക്ക് പലപ്പോഴും പെണ്ണാച്ചിയെ പോലെയുള്ള നിസ്സഹായരായ മനുഷ്യർ വിധേയരാകാറുണ്ട് എന്നും സൂചിപ്പിക്കുന്നു ഈ കഥ. അറപ്പാൻ ജോർജിനെ കൂടാതെ പെണ്ണാച്ചി എത്തിപ്പെടുന്ന നിരവധി ഇടങ്ങളുണ്ട്. എല്ലായിടത്തിലും ഇപ്പോൾ അയാൾ ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നത് തൻ്റെ സഹോദരനെ കൊന്ന വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അറപ്പാൻ ജോർജിൽ നിന്നാണ് തൻ്റെ സഹോദരൻ പീഡനത്തിന് വിധേയനായിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം പെണ്ണാച്ചി മനസ്സിലാക്കുന്നത്. അവൻ്റെ പിൻഭാഗം മുറിഞ്ഞ് രക്തം വന്നിരുന്നു എന്ന് പെണ്ണാച്ചിയോട് ആദ്യമായി പറയുന്നത് അറപ്പാൻ ജോർജ് തന്നെയാണ്. അത് ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അത്തരം മുറിവുണ്ടാകുന്നതെന്ന് പെണ്ണാച്ചിക്ക് ബോധ്യമുണ്ടായിരുന്നു. പെണ്ണാച്ചിയുടെ ഏകാന്തതകളിൽ മരണപ്പെട്ടുപോയ തൻ്റെ ഇരട്ട സഹോദരൻ, കഴുത്തിൽ ചെറിയൊരു കാക്കമറുകിൻ്റെ മാത്രം വ്യത്യാസമുള്ള ഇരട്ട സഹോദരൻ അയാളുടെ ഏകാന്തതകളിൽ അയാളെ തേടി എത്തുമായിരുന്നു. ഒരു ഫാൻറ്റസിയുടെ പരികൽപ്പന ഫ്രാൻസിസ് നൊറോണ ഈ ഭാഗത്ത് ഈ കഥയ്ക്ക് നൽകുന്നുണ്ട്. ഒരു കണ്ണാടിയിലൂടെ സ്വയം കാണുന്ന പെണ്ണാച്ചി കഴുത്തിൽ തെളിഞ്ഞു വരുന്ന കാക്കമറുകിലൂടെയാണ് തൻ്റെ സഹോദരൻ്റെ ഭ്രമകൽപ്പന നടത്തുന്നത്. അവൻ പറയുന്ന വാചകങ്ങളിൽ നിന്നും
അവൻ്റെ കൊലപാതകിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യകാലത്ത് പെണ്ണാച്ചി നടത്തിയത്. പക്ഷേ പെണ്ണാച്ചി ഏത് തരത്തിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ പെണ്ണാച്ചി നിസ്സഹായനാണ് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള സഹജാതൻ പെണ്ണാച്ചിയോട് അത് ആരാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. നിന്നേക്കാൾ ശക്തി ഉണ്ടായിരുന്നിട്ടും എന്നെ ഒറ്റ തള്ളിനാണ് അയാൾ താഴെയിട്ട് കീഴ്പ്പെടുത്തിയത് എന്ന് ഈ ഇരട്ട സഹോദരൻ പറയുമ്പോൾ പെണ്ണാച്ചിക്ക് കിട്ടുന്ന ഒരേ ഒരു ക്ലൂ എന്ന് പറയുന്നത് അയാൾ തന്നെ പെണ്ണാച്ചി എന്ന് വിളിച്ചു എന്ന് ഇരട്ട സഹോദരൻ പറയുന്നത് മാത്രമാണ്. അത്തരത്തിൽ പെണ്ണാച്ചി എന്ന് വിളിക്കുന്ന 2 പേർ മാത്രമേ ആ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് അർപ്പാൻ ജോർജാണ്. അതുകൊണ്ടാണ് അർപ്പാൻ ജോർജ് ആണോ ഇനി ഈ കൊലപാതകം നടത്തിയത് എന്ന ധാരണയിൽ അയാളുടെ തന്നെ ഇറച്ചിക്കടയിൽ ഇറച്ചിവെട്ട് പഠിക്കാനായി തയ്യാറാകുന്നതും അയാളെ ആക്രമിക്കാൻ ഒരു തവണ പെണ്ണാച്ചി മുതിരുന്നതും. എന്നാൽ ജോർജ് പെണ്ണാച്ചിയോട് തുറന്ന് പറയുന്നുണ്ട് അത് താനായിരുന്നില്ല, പകരം താനാണല്ലോ ഈ അർദ്ധ സഹോദരൻ ഇരട്ട സഹോദരൻ ഇത്തരത്തിൽ മരണപ്പെട്ടത് പീഡനത്തിലൂടെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയിച്ചത് ഞാനല്ലേ, ഞാൻ തന്നെയാണ് അയാളെ കൊന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുമോ എന്നുള്ള അർപ്പാൻ ജോർജിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് രണ്ടാമത്തെ ആളിലേക്ക് പെണ്ണാച്ചിയുടെ ശ്രദ്ധയെത്തുന്നത്. അങ്ങനെ അർപ്പാൻ ജോർജ് അല്ല തൻ്റെ സഹോദരനെ കൊന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമത്തെ ആളെ തിരക്കി ഇറങ്ങുകയാണ് പെണ്ണാച്ചി. അത് കഥയുടെ അവസാനം മാത്രം നമുക്ക് മുന്നിലേക്ക് ഫ്രാൻസിസ് നറോണ വയ്ക്കുന്നൊരു സസ്പെൻസാണ്. ആ നാട്ടിലെ ഈ കഥ അവതരിപ്പിക്കുന്ന സമയത്ത് ജോവാക്കി മദറിൻ്റെ തിരുനാൾ നടക്കുകയാണ്. ജോവാക്കി മദറിൻ്റെ കബറിടം ത്തിൽ പൂജയും കുർബാനകളും അർപ്പിക്കപ്പെടുന്ന പെരുന്നാളിന് അന്ന് രാത്രിയാണ് പെണ്ണാച്ചി തൻ്റെ രണ്ടാമത്തെ ഇരയെ തേടി ഇറങ്ങുന്നത്. അത് ഒരു പള്ളിമേടയിൽ സമൂഹത്തിലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പുരോഹിതൻ തന്നെയാണ് തൻ്റെ ഇരട്ട സഹോദരനെ താനാണ് എന്ന ധാരണയിൽ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയനാക്കി കൊന്നത് എന്നുള്ള യാഥാർത്ഥ്യം പെണ്ണാച്ചി മനസ്സിലാക്കുകയും അയാളുടെ പള്ളിമേടയിലെത്തി അയാളെ നിഷ്കരുണം കൊല്ലുകയും ചെയ്യുന്നുണ്ട് പെണ്ണാച്ചി. അർപ്പാൻ ജോർജിൽ നിന്നും പഠിച്ച ഇറച്ചിവെട്ടിൻ്റെ രീതിയിലാണ് ഈ കൊലപാതകം പെണ്ണാച്ചി നടത്തുന്നത്. അയാളുടെ കാളയുടെ തോലുരിക്കുന്നത് പോലെ തോലുരിച്ച് അയാളുടെ ലൈംഗികാവയവം മുറിച്ച് അത് ജോവാക്കി മദറിൻ്റെ കബറിടത്തിൽ പട്ടിൽ പൊതിഞ്ഞ് നിക്ഷേപിച്ച് ഈ മനുഷ്യൻ്റെ മാംസം അത് മനുഷ്യർക്ക് വെട്ടി കാളയിറച്ചി പോലെ വീതം വച്ച് ആരും അറിയാതെ ഒരു സൂചന പോലും ശേഷിപ്പിക്കാതെ പെണ്ണാച്ചി ആ കൊലപാതകം പൂർത്തിയാക്കുന്നു. അതോടെ പിണക്കം മാറി തൻ്റെ ഇരട്ട സഹോദരൻ്റെ ഭ്രമകൽപ്പന അയാൾക്കൊപ്പം കൂടുന്നതാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം കാളകളെയും പശുവിനെയും ഒക്കെ കൊന്ന് അറപ്പ് തീർന്ന അർപ്പാൻ ജോർജ് ദീർഘനാൾ കിടപ്പിലായി മരണപ്പെടുമ്പോഴും വീണ്ടും ജോവാക്കി മദറിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ തിരുനാൾ നടക്കുന്ന സമയത്ത് കാസവലിവുമായി 40 രാവും 40 പകലും ഒരേ കിടപ്പ് കിടന്ന് അർപ്പാൻ ജോർജ് മരിച്ചപ്പോൾ അയാളുടെ ശവസംസ്കാരം വിദേശത്തു നിന്നുള്ള മകൾ വരുന്നതിനായി കാത്തുവയ്ക്കാതെ നട്ടവെയിലത്ത് തന്നെ അടക്കപ്പെടുന്നു. അന്ന് വാഴ്ത്തപ്പെട്ട മദർ ജോവാക്കിയുടെ കുഴിമാടം തുറന്നുള്ള ശുശ്രൂഷകൾ നടക്കേണ്ട ദിവസമായതിനാലാണ് അത്തരത്തിൽ മകൾക്ക് വേണ്ടി കാത്തിരിക്കാതെ അർപ്പാൻ ജോർജിൻ്റെ മൃതശരീരം സംസ്കരിക്കപ്പെടുന്നത്. ജോവാക്കി മദറിൻ്റെ കുഴിമാടത്തിൽ തൻ്റെ സഹോദരനോട് നീചകൃത്യം ചെയ്ത പുരോഹിതൻ്റെ
ലൈംഗിക അവയവമാണ് മുറിച്ച് പട്ടിൽ പൊതിഞ്ഞ് പെണ്ണാച്ചി നിക്ഷേപിച്ചിരുന്നത്. അത് മനുഷ്യർ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ വർഷങ്ങൾക്കിപ്പുറം ജവാക്കി മദറിൻ്റെ ഭൗതിക അവശിഷ്ടമാണെന്ന് കരുതി തൊട്ടു വന്ദിക്കുന്നതിൻ്റെ കാഴ്ച പെണ്ണാച്ചിയും സഹോദരനും കാണുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥ സമൂഹത്തോടുള്ളൊരു വലിയ ചോദ്യം ചെയ്യലാണ്. സമൂഹത്തെ അതിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് കുറ്റവാളിയാക്കി നിർത്തുകയാണ് ഫ്രാൻസിസ് നൊറോണ. ഈ വ്യവസ്ഥിതിയും സമൂഹവും പലപ്പോഴും കാപട്യം നിറഞ്ഞതാണെന്നും കപടമായ ഒരു മുഖംമൂടിക്കുള്ളിലാണ് സമൂഹം നിലകൊള്ളുന്നതെന്നും ഈ പെണ്ണാച്ചി എന്ന കഥയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പെണ്ണാച്ചിയായി പോയ അല്ലെങ്കിൽ സ്വർഗാനുരാഗിയായി പോയ ഒരാളോട് എങ്ങനെയാണ് സമൂഹം പെരുമാറുന്നത്, എത്തരത്തിലാണ് അയാളെ ചൂഷണം ചെയ്യുന്നത്? ഈ കഥയുടെ പല ഘട്ടങ്ങളിലും പെണ്ണാച്ചി നാട്ടുകാരിൽ നിന്നും നിരന്തരമായി അപമാനവും ആക്ഷേപവും പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ പരിഹസിക്കുന്ന അതേ മനുഷ്യർ തന്നെ പെണ്ണാച്ചിയെ അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഇവിടെ കാണാമെന്നുള്ളത്. അതിൽ അധ്യാപകൻ മുതൽ നാട്ടിലെ പുരോഹിതൻ വരെ നീളുന്ന അസംഖ്യം ജനങ്ങളുണ്ട് എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടിൽ സമൂഹത്തെ കാണാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അത് കാണാനുള്ള ഒരു വഴി തുറന്നിടുക കൂടിയാണ് ഫ്രാൻസിസ് നൊറോണ ചെയ്യുന്നത്. എങ്ങനെയാണ് സമൂഹം ഈ തരത്തിൽ വേർതിരിവില്ലാതെ നിൽക്കുന്നത്? എല്ലായിടത്തിലും മനുഷ്യൻ അവരവരുടേതായ മതിലുകൾ കെട്ടിവെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദുഷ്കൃത്യങ്ങളോ ദുരന്തങ്ങളോ നടത്തുന്നതിന് അവർക്ക് ആ മതിൽ കെട്ടുകളൊന്നും തടസ്സമല്ലെന്നും സ്വർഗാനുരാഗത്തിൻ്റെ അത്തരത്തിലുള്ളൊരു ഭിന്ന ലൈംഗികതയിൽ ഉൾപ്പെട്ടു പോയ ഒരാളെ ഏത് തരത്തിലൊക്കെ ചൂഷണം ചെയ്യാമെന്നും അയാളെ നിരന്തരം ഇവർക്ക് വേണ്ടി സഹകരിക്കുന്ന ആളായിട്ട് പോലും പെണ്ണാച്ചിയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ ഇരട്ട സഹോദരനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുന്നിടത്തോളം വളർന്നു നിൽക്കുന്ന ഈ കാപട്യത്തെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കാനുള്ളൊരു ശ്രമമായിട്ട് നമുക്ക് പെണ്ണാച്ചി എന്ന കഥയെ വായിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല പലപ്പോഴും സമൂഹമോ അല്ലെങ്കിൽ സാഹിത്യമോ പരിഗണിക്കാതെ പോകുന്ന മനുഷ്യർക്കൊരു ഇടം കൊടുക്കൽ കൂടിയാണ് ഫ്രാൻസിസ് നൊറോണയുടെ പെണ്ണാച്ചി എന്ന കഥ. ഒരുപക്ഷെ ഈ കഥ ഇത്തരത്തിൽ എഴുതാനുള്ളൊരു ധൈര്യം ഫ്രാൻസിസ് നൊറോണ മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വർഗാനുരാഗ കഥകൾ പലത് സാഹിത്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പലതരം കഥകൾ നമ്മൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാധവിക്കുട്ടിയുടെ ആദ്യത്തെ കഥ മുതൽ നമുക്ക് ഈ സ്വർഗാനുരാഗത്തിൻ്റെ അനുരണനം ഉൾക്കൊള്ളുന്ന ഒരുപാട് കഥകൾ വായിക്കാൻ കഴിയും. പക്ഷെ ഒരു വലിയ തുറന്നിടൽ, സമൂഹത്തെ അതിൻ്റെ കുറ്റവാളികളെ മറച്ചു വയ്ക്കാതെ പുകമുറയ്ക്കുള്ളിൽ നിർത്താതെ അത് ആരാണെങ്കിലും അവരെ തുറന്നു വയ്ക്കാനുള്ളൊരു വിശാലമായൊരു ഇടം ഈ പെണ്ണാച്ചി എന്ന് പറയുന്ന കഥ ഒരുക്കുന്നു എന്നിടത്താണ് അതിൻ്റെ വിജയം ഉള്ളത്. എങ്ങനെയാണ് ഒരാൾ സമൂഹത്തിൽ ഒരു ഭിന്നലൈംഗികതയിൽ ആയിപ്പോയതിൻ്റെ ഭാഗമായി ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നും സമ്മർദ്ദപ്പെടുന്നത് എന്നും അതിലേക്കുള്ള അയാളുടെ പ്രതിരോധത്തിൻ്റെ ശ്രമങ്ങളും ഈ കഥ വിഷയമാക്കുന്നുണ്ട്. മലയാള കഥകളുടെ സമകാല മുഖം പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ പ്രമേയങ്ങളും വ്യത്യസ്ത ആഖ്യാനവും ഭാഷയുടെ സ്വാഭാവികതയും ഭാഷയുടെ ശക്തിയും കൊണ്ട് വായനക്കാരിലേക്ക് അത്തരം കഥകൾ എങ്ങനെയാണ് പടരുന്നത് എന്ന് മനസ്സിലാക്കാനും പെണ്ണാച്ചി എന്ന കഥ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. നന്ദി.